ഹായ് ഗൈസ്, ഇന്ന് നൈറ്റ് മന്തി കഴിച്ചാലോ എന്നൊരു ആഗ്രഹം. ഞാനിവിടെ മംഗലാപുരത്താണ് ഉള്ളത്. മംഗലാപുരത്ത് ഞാനിവിടെ മന്തി അങ്ങ് നോക്കിയിട്ടങ്ങ് കണ്ടില്ല. നമ്മൾ ആ ചുറ്റുവട്ടം നോക്കിയിട്ടങ്ങ് കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തെ കാസർഗോഡ് ഇവിടെ അടുത്താണ്. എന്നാൽ പിന്നെ കാസർഗോഡ് പോയി കഴിച്ചാലോ എന്നൊരാഗ്രഹം. ഞാനും എൻ്റെ കൂട്ടുകാരോട് നേരെ കാസർഗോഡ് മന്തി പോയി കഴിക്കാൻ പോയി. ഗൈസ്, ഇതാണ് ഇവിടുത്തെ അൽഫാം മന്തി. അൽഫാമിൻ്റെ റൈസിൻ്റെ കളർ കണ്ടോ, റെഡ്. പിന്നെ ചിക്കൻ കണ്ടോ, ഒരുമാതിരി മൊരിഞ്ഞ ചിക്കനാണ്. പിന്നെ മയോണീസും പിന്നെ നമ്മുടെ ചില്ലി സോസും. ഇതാണ് നമ്മുടെ അൽഫാം മന്തി, നമ്മുടെ കാസർഗോഡിലെ അൽഫാം മന്തി. ഈ കടയുടെ പേര് എന്ന് പറഞ്ഞാൽ ലേ ബാമ്പു എന്നാണ് കടയുടെ പേര്. ഞാൻ അതിനകത്ത് അവരുടെ ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് പുറമോട്ട് നടക്കണം. അവിടെ കുറച്ച് കിടന്നാൽ എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ അടുത്തില്ലെന്ന് തോന്നുന്നു, അത്ര ഇല്ല. അപ്പം അവിടെ പോയി കഴിച്ചാൽ ഇതുപോലും വെറും വേസ്റ്റ് അൽഫാം മന്തി എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഞാൻ പലയിടത്തും അൽഫാം മന്തി കഴിച്ചിട്ടുള്ളൂ, പക്ഷേ ഇത്ര തമിഴ്നാട് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം എല്ലായിടത്തും ഞാൻ മിക്കയിടത്തും പോയി കഴിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇത് വെറും കാസർഗോഡിലെ വെറും പന്ന വേസ്റ്റ് അൽഫാം മന്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളത് കാണുമ്പോൾ ചിക്കനൊക്കെ ഒരുമാതിരി കരിച്ച് പുകച്ച് മസാലയിലൊന്നുമില്ല. ആ റൈസാണ് ഒരുമാതിരി ഏതാണ്ട് വെറും ചൊവ എന്ന് പറഞ്ഞാൽ വെറും ചൊവ. ഇതാണ് അൽഫാം മന്തി. ഇവർക്ക് അറിയത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വരണം, എറണാകുളത്തും കോട്ടയത്തൊക്കെ വരണം, അവിടെ കഴിച്ചു നോക്കണം അൽഫാം മന്തി കാണുന്നത്. അപ്പം ആർക്കെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലേൽ ബാബു എന്ന് പറഞ്ഞാൽ കടയിൽ പോയി, അത് കാസർഗോഡ് പോകുമ്പോൾ വെറും പന്ന ഫുഡാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ആരോടും പറയത്തില്ല, നല്ല ഫുഡ് മേടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ ഗതികിട്ടുകൊണ്ട് ലേറ്റായിട്ട് പോയതുകൊണ്ട് കിട്ടിയ കടയിൽ നിന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പോയി കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.